വെൽക്കം ടു യൂട്യൂബ് ചാനൽ ദിസ വ്ലോഗ്സ്. ഹായ് പറ കമ്പി. കമ്പി ഹലോ കുമ്പി. ഹലോ എന്ന് പറയും. ഹലോ ഗൈസ് പറഞ്ഞേ. ഹലോ എന്ന് പറയും. എനിക്കറിയില്ല അതാ. ഗൈസ് വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ കുറേ നാളായി ഇങ്ങനത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ട്. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കാണ്. നമ്മൾ നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് പോകണം. കുറേ നാളായില്ലേ വീടൊക്കെ നമ്മൾ കണ്ടിട്ട്. നമ്മളല്ല നിങ്ങൾ കണ്ടിട്ട്. അതെ, പിന്നെ നമ്മൾ വീടിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണിച്ചത് അല്ലേ ബേബി. നമ്മളെങ്ങോട്ട് പോണേ? ആദ്യം എങ്ങടെ പോണേ നമ്മള്? ആദ്യം പോട്ടേക്ക്. ഓക്കെ, പിന്നെ പോലെ അമ്മാമനെ കൊണ്ടോണ്ടേ? പോട്ടെ, ബൈ. ഇതാണ് നമ്മുടെ വീട്. നമ്മളെ വീടിന്റെ പണി ഇത്രയൊക്കെ ആയിട്ടുണ്ട് അല്ലേ ബേബി? വാലാ വാതില് വാതില് വെച്ചത് അവൻ കണ്ടിട്ടില്ല അല്ലേ? നമ്മളത് വീട് പണി ഇത്രയ്ക്ക് എത്തിയിട്ടാ. വീടിന്റെ ഉള്ളിലേ നല്ല സൗണ്ട് ഉണ്ട്, ഇതിന്റെ സൗണ്ട്. ഇത് നമ്മള് വാതിലൊക്കെ വെച്ചുകൂടാട്ടോ. അതെ, മോളിൽ നിന്ന് കോൺക്രീറ്റ് ഒക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ നാളെയാണ് നമ്മൾ ചെയ്യുക. ഒരു വാതിലും കൂടി വെക്കാനുണ്ട്, വാതിൽ വെക്കാനുണ്ട്. ഇവിടെ പ്ലംബിങ്ങിന്റെ പണി ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഉള്ളില് ഹസ്ബേബി കാണിച്ചു തരാന്നല്ലേ? എവിടെ സ്റ്റെയർ കേസ് അല്ലേ ഹസ്ബേബി? അത് വെച്ചില്ലെങ്കിൽ ഹസ്ബേബി വീഴൂലേ? ഇങ്ങോട്ട് നോക്കി, വീഴൂലേ മോളിൽ കയറുമ്പോ? അത് കാരണം ഹസ്ബേബി കയറാൻ വേണ്ടി ഹാൻഡ് റെയിലൊക്കെ നമ്മൾ വെച്ച് തുടങ്ങിട്ടോ. ഹസ്ബേബി കണ്ടോ ഇനി ഹസ്ബേബിക്ക് തന്നെ കയറാൻ മേലേക്ക്. അവൻ നമ്മളെ കൊണ്ടുപോണു. ബാത്റൂം കാണിച്ചു തരാനാണോ? ഇതാണോ ബാത്റൂം? ഇരിക്കണ സ്ഥലം ഇല്ല അല്ലേ? താഴെ ബാത്റൂമിൽ നമ്മൾ ഇരിക്കാനുള്ള സ്ഥലം വെച്ചിട്ടുണ്ട്. ഇവൻ പറയാം അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഇല്ലാന്ന്. സാരില്ല, എന്റെ മോൻ ഇരുന്ന് കുളിക്കണ്ടല്ലോ. ഇതാണ് നമ്മുടെ മുട്ടയുടെ റൂം. മുട്ടയുടെ റൂമില് നോക്കിയേ, മുട്ടയുടെ റൂമിൽ നമ്മൾ ഈ ബാത്റൂം ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ബാത്റൂം ഞാൻ കാണിച്ചു തരാം. ഹസ്ബേബി, ഇതാണ് ഹസ്ബേബിയുടെ റൂമും ബാത്റൂമും കേട്ടോ. ഓക്കെ, ബാ ഇനി നമുക്ക് താഴത്തേക്ക് പോവാം. ഇവിടെ ഇങ്ങനെ മോളില് നമുക്ക് ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കാര്യങ്ങള്. ഇവിടെ ഹാൻഡ് റെയില്, ഇത് നമ്മുടെ ഒരു ഫ്രെയിം ആയിട്ട് യൂസ് ചെയ്യാം. കണ്ട, ഇത് വീട് പണി ഇപ്പൊ ഇവിടെ വരെ എത്തി. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അതിന് മുൻപ് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ശരിക്കുണ്ടല്ലോ നമ്മുടെ വീട് പണി ഇപ്പൊ ഇവിടെ വരെ എത്തിയെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു 2022 മുതല് നമ്മള് ഇതിന്റെ പുറകെ ഉണ്ട്. അതെ, നമുക്ക് സ്ഥലത്തിന് വേണ്ടിയിട്ടും അതുപോലെ വീട് പണിയാനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ആവാൻ കുറെ കാര്യങ്ങൾ കണക്ട് ആയി വന്നാലാണല്ലോ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ആവാം. ഇനീഷ്യൽ സ്റ്റേജിൽ നല്ല സ്ട്രഗിളിങ് തന്നെ ഉണ്ടായിരുന്നു. അതായത് ലോൺ കിട്ടണില്ല, പിന്നെ ഗോൾഡ് പ്ലെഡ്ജ് ചെയ്യാനായിട്ടുള്ള ഗോൾഡ് ഇല്ല. ലോൺ വെക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി വേണം. അപ്പൊ ഗോൾഡ് ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും. അവന് ആരും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നിങ്ങൾ കാണുമ്പോ വീട് പണി ഇപ്പൊ പെട്ടെന്ന് നടന്ന പോലെ നിങ്ങക്ക് തോന്നും, പക്ഷെ നമ്മളതിന്റെ പിന്നാലെ കുറെ നാളായിട്ട് നിക്കണതാണ്. പിന്നെ ഒരു ഫംഗ്ഷന് വെച്ചിട്ട് നമ്മുടെ ഫംഗ്ഷനിൽ വെച്ചിട്ട് നമ്മുടെ എന്റെ അനിയത്തിയാണ് പറഞ്ഞത്, അങ്ങനെ ഇത്രയും വലിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആസ്ട്രോളജറിനെ കാണാനായിട്ട് നമ്മളെ തമാശയുടെ അടുത്ത്. അതെ, പക്ഷെ എന്റെ അമ്മയും പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ അവര് പറഞ്ഞപ്പോ നമ്മള് ശരി എന്നാ നോക്കാന്നുള്ള രീതിയിൽ നമ്മൾ ആസ്ട്രോടോക്ക് എടുത്തു. ആസ്ട്രോടോക്കിൽ ഒരു ആസ്ട്രോളജറായിട്ട് സംസാരിച്ചു. അപ്പൊ ജസ്റ്റ് നമ്മുടെ പേരും അതുപോലെ മറ്റേ എന്താ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ നമ്മൾ പറഞ്ഞു കൊടുത്തുള്ളൂ. അപ്പൊ ആള് ഇങ്ങോട്ട് പറഞ്ഞേ, വീട് പണിയാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടല്ലേ നിങ്ങൾ നിക്കണത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചു. അപ്പൊ നമ്മൾ ശരിക്കും ശരിയാണല്ലോ, അങ്ങനെയായി. പിന്നെ എന്നിട്ട് ആള് പറയുകയും ചെയ്തു 2025 മുതൽ നിങ്ങൾക്ക് വീട് പണിയാനുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുന്നുള്ള രീതിയിൽ പറഞ്ഞു. അതേപോലെ തന്നെ 2025 ആയപ്പോ നമ്മൾ പ്രോപ്പർട്ടി മേടിച്ചു. ജനുവരിയിലാണ് നമ്മൾ പ്രോപ്പർട്ടി മേടിച്ചു. അപ്പൊ ആള് ഈ പറഞ്ഞ ആ സമയത്ത് നമ്മള് അങ്ങനെ ആണെങ്കിലോ വെച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി ജനുവരിയിലാണ് നമ്മൾ ഈ സാധനം അതായത് ജൂലൈയിൽ നമ്മൾ ഇതിന്റെ കല്ലിടൽ തുടങ്ങി. പിന്നെ ഒരു വർഷമായപ്പോ അതെ ഇവിടം വരെയായി സ്റ്റേജിൽ നമ്മളുടെ വീട് പണി നിൽക്കണം. അതെ, ആസ്ട്രോളജി എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്.
പിന്നെ ഇപ്പം നമുക്കിങ്ങനെ ഭയങ്കര വിഷമഘട്ടങ്ങളൊക്കെയാണ് നമുക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആരുടെങ്കിലും ഒരാളെ ഹെൽപ്പ് തേടുന്നത് ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി റിലൈ ഓൺ ആസ്ട്രോടോക്ക് ആപ്പ്. അതിൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഫ്രീ ആണ്. ഈ സാധനേ വെച്ചപ്പോണ്ടല്ലോ പകുതി സമാധാനായി. എന്റെ ദൈവമേ, എനിക്ക് കേറാൻ തന്നെ ഭയങ്കര പേടിയായിരുന്നു. ഇത് കൂടെ അതെ ഉണ്ടായിരുന്നില്ലല്ലോ സമാധാനായി. എന്റെ പിതാവേ മനുഷ്യ പോണ്ട, ഇതാണ് എന്റെ നടുമുറ്റം. നമ്മുടെ റൂമിന്റെ അപ്ഡേറ്റിലേക്ക് പോകും. ഇവിടെ ഉണ്ട് ലിവിങ്. ഇവിടെ വേറെ സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ ഇതെന്തിട്ടി പറയുന്നേ, ബേ വിൻഡോ. ഇത് ബേ വിൻഡോ. ഇവിടെ നമുക്ക് ഇരിക്കാം. ഇവിടെ ഒരു ഗ്ലാസ് ഡോറ്, മൊത്തം ഗ്ലാസ് ഡോറുകളാണ്. ഇവിടെ ഗ്ലാസ്, ഇവിടെ ഗ്ലാസ്, ഇവിടെ ഗ്ലാസ്. പിന്നെ ഇവിടെയാണ് സിറ്റിംഗ് സ്പേസ് ഇവിടെ ഉണ്ടാക്കി ഇടണില്ല, അതായത് സോഫ ഇടണില്ല. പക്ഷെ അവിടെ 2 ചെയർ ഇടുന്നുണ്ട്. ഇവിടെ 2 ചെയർ ഇടാൻ ഇൻഡിപെൻഡന്റ് 2 ചെയർ ഇടും. പക്ഷെ ഇവിടെ നമ്മള് വെറുതെ സിറ്റിംഗ് സ്പേസ് ആയിട്ട് ഇവിടെ ഞങ്ങളെ ഒരു വാൾപേപ്പർ ഒട്ടിച്ചാലോ ഇപ്പൊ ഒരു ആലോചന അല്ലെ? എനിക്ക് ആലോചനയുണ്ട്. ഇത്ര നാളുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഒരു വാൾപേപ്പർ ഒട്ടിച്ചാലോ. ഇവിടെ ആയിരിക്കട്ടെ TV വരാം. ഈ ഏരിയയിലാണ് TV. ഇവിടെ നമ്മളുടെ രൂപത്തിന്റെ ഇവിടെ ഫുൾ വാൾപേപ്പർ ഒട്ടിച്ച ഭംഗി ഉണ്ടാവില്ല. കാരണം ഇവിടെ ഓൾറെഡി പാക്ഡ് ആണ്. അപ്പൊ ഇതും കൂടി ആയി കഴിഞ്ഞാൽ ഭയങ്കര ഇങ്ങോട്ട് കയറുമ്പോ സൂക്ഷിച്ച് കയറിട്ടോ. സൂക്ഷിച്ച് കയറിക്കോ. ഇനി നമ്മളുടെ ബെഡ്റൂമിലേക്ക് കാണിച്ചാൽ ഇതാണ് ബെഡ്റൂമിന്റെ അപ്ഡേറ്റ് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ലൈറ്റ് ഒന്നും ഇല്ല. മഴക്കാലമായി കഴിഞ്ഞാൽ ഇത്രയും ഇട്ടാവും. ഇത് നമ്മുടെ ബെഡ്റൂം. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഏത് സൈഡിലെ വാർഡ്രോബ് തന്നെ? ഇവിടെ അല്ലേ? ഈ സൈഡില് ഫുള്ള് വാർഡ്രോബാണ്. ഇവിടെ മിറർ വരും. പിന്നെ ഇതാണ് നമ്മളുടെ ബാത്റൂം. അങ്ങോട്ട് പോകണ്ട, നിറച്ച് പൊടി. അങ്ങോട്ട് ഇറങ്ങണ്ട. ഇവിടെ ഉണ്ടല്ലോ മറ്റേ പുട്ടിയൊക്കെ ഇട്ടിട്ട് നിറച്ചും പൊടിയുടെ ഉള്ളിൽ കിടക്കണം. ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ഇനി നമുക്ക് ഇപ്പുറത്തെ റൂം കൂടി ഉണ്ട് അല്ലേ? ഇതിനകത്തുണ്ടല്ലോ വേറെ ഇതേവരെ നമ്മൾ കാണിക്കാത്ത ഒരു റൂം ഉണ്ട്, ഗ്യാരേജ് റൂം. അത് നമ്മൾ ഇന്നേവരെ കാണിച്ചിട്ടില്ല. അത് ഏറ്റവും ലാസ്റ്റ് കാണിച്ചു തരാം. അത് ഏറ്റവും ലാസ്റ്റ് കാണിച്ചു തരേണ്ട കാര്യം വേറെ ഒന്നല്ല. ഇപ്പൊ നമുക്ക് അങ്ങോട്ട് കയറാനുള്ള നിർവാഹമില്ല. അതാണ് മെയിനായിട്ട്. കാരണം അവിടെ സ്റ്റെപ്പ് ഒന്നും ഇല്ല. അതൊക്കെ പണിതുകൊണ്ടിരിക്കണോളൂ. കോണിയാണ്, ടെമ്പററി കോണിയാണ് അവിടെ വെച്ചേക്കണേ. അതെ, ഇതാണ് അപ്പച്ചന്റെ അമ്മച്ചിയുടെ ഒക്കെ റൂം വരുന്നത്. പാരന്റ്സിന്റെ റൂം. വേറൊരു റൂം. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ഫസ്റ്റ് റൂം. അതെ, ഫസ്റ്റ് റൂം അല്ലേ? ഇത് ഇവിടെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പ്ലംബിങ്ങിന്റെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഡോറിന്റെ സാധനം കൂടി ഇരിപ്പുണ്ട്. ഇതാണ് ഇതിന്റെ ബാത്റൂം, കുഞ്ഞു ബാത്റൂം. ഓക്കെ, ഇനി ഇവിടെ വരാനുണ്ട്. ഇവിടെ ഗ്ലാസ് ഒക്കെ വരാനുണ്ട്. മറ്റേ ഇതിന്റെ ഡോറൊക്കെ വരാനുണ്ട് അല്ലേ? ഡോറൊക്കെ വരാനുണ്ട്. അതൊക്കെ വരും. അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ടല്ലേ? കുമ്പിടെ റൂമിൽ സ്ഥലമില്ല ഇരിക്കാൻ. അവിടെ മറ്റേ നമ്മളുണ്ടല്ലോ ഇപ്പൊ മറ്റേ ഇത് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഡ്രസ് മോളിലുള്ള സ്ട്രക്ചറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് ഇപ്പൊ നമ്മുടെ വീടിന്റെ കറണ്ട് സ്റ്റാറ്റസ്. ഇത് നമ്മൾ ഇവിടുന്ന് പോവാണ്. നമുക്ക് ഒല്ലൂർക്ക് പോണം. ഹസിബേബിനെ അവിടെ ആക്കണം. നമുക്ക് തൃശ്ശൂർ പോയിട്ട് 1-2 പരിപാടികളുണ്ട്. അതെ, ഷൂട്ടുണ്ട്. അതിന്റെ പരിപാടികൾക്ക് പോണം അല്ലേ? അപ്പൊ നമ്മള് അങ്ങോട്ട് പോവാണ്. റൂം നമ്മളിത് ഏറ്റവും മുകളിൽ അവിടെ അവിടെ ഉണ്ടത്. അവിടെ ഇത് ഹസിയുടെ റൂം അല്ലേ? ഏറ്റവും മുകളിൽ അല്ലേ? ഏറ്റവും മുകളില്. ഓക്കെ, ഇതാണ് ഹസിയുടെ റൂം കേട്ടത്. ഇത് ശരിക്കും ഇതാണ് സ്റ്റെബിയുടെ റൂമാ. ഓക്കെ, എനിക്ക് എന്റെ ഫ്രണ്ട്സിനൊക്കെ വരുമ്പോഴുള്ള റൂമാണ്. പക്ഷെ ഉണ്ടല്ലോ ഇതുണ്ടല്ലോ, ഇത് എന്താ സംഭവം കാണിച്ചു തരാത്തത് അങ്ങോട്ട് കയറാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ്. ടെമ്പററി കോണിയേ ഉള്ളൂ. ഒരു പെർമനന്റ് ഗോപി എന്താ ഗോപിന്ന് ഒരു 1 വീക്ക് കൊണ്ട് എന്തായാലും മേ ബി 1 വീക്ക് കൊണ്ട് 2 വീക്ക് കൊണ്ട് റെഡി ആവും. അത് കഴിയുമ്പോൾ അത് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, അപ്പൊ അതെ ഇത്രയ്ക്ക് എത്തി. ഇനി നമുക്ക് പോവാം. മഴ വേണേലും മുമ്പ് പോണേ. ഒല്ലൂര് ആരോ ഉള്ളേ? പാപ്പനും ഈ പുത്താരൊക്കെ അവിടെ എത്തണ വരെയാണല്ലോ. അത് കഴിഞ്ഞു അല്ലേ അമ്മടോ? പിന്നെ അവരുടെ മോന്തേമ അടി ഇടി ബഹളാണ് അവിടെ. ഉണ്ണി വന്നപ്പോ തന്നെ ഫുഡൊക്കെ കഴിച്ചിടങ്ങി. ഞാൻ വന്നപ്പോ തന്നെ ഡ്രസ്സ് മാറി. നമുക്കിന്ന് ജ്വല്ലറിയിലാണ് ഷൂട്ട്. ഞാൻ ഓൺലൈൻ എടുത്ത് സാരി നോക്കി നമ്മള് ഫുഡ് അടിച്ചിട്ട് നേരെ പോവാണ്. അതെ, അപ്പൊ അടുത്തോടെ നമുക്ക് വീണ്ടും കാണാം. പറയടാ
അപ്പോൾ ഗൈസ് ബൈ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്.